ADM നവീൻ ബാബുവിന്റെ മരണത്തിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഭാര്യയുടെ ഹർജി ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. കേസ് ഡയറി ഹാജരാക്കാനും അന്വേഷണ പുരോഗതി റിപ്പോർട്ട് സമർപ്പിക്കാനും കോടതി സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പോലീസ് അന്വേഷണം ശരിയായ ദിശയിലാണെന്നും CBI അന്വേഷണം ആവശ്യമില്ലെന്നും സംസ്ഥാന സർക്കാർ അറിയിക്കും. കൊലപാതകം എന്ന കുടുംബത്തിന്റെ സംശയം കൂടി പരിശോധിച്ചാകും അന്വേഷണം നടത്തുക എന്ന് സർക്കാർ കോടതിയെ അറിയിക്കും. ആലപ്പുഴ കളർകോട് വാഹനാപകടത്തിൽ മരിച്ച ആൽവിൻ ജോർജിന്റെ മൃതദേഹം ഇന്ന് നാട്ടിലെത്തിക്കും. രാവിലെ വണ്ടാനം മെഡിക്കൽ കോളേജിൽ എത്തിക്കുന്ന മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മെഡിക്കൽ കോളേജിൽ പൊതുദർശനത്തിന് വയ്ക്കും. തുടർന്ന് എടത്വയിലെ സ്വകാര്യ ആശുപത്രിയിലെ മോർച്ചറിയിലേക്ക് മാറ്റും. വിദേശത്തു നിന്ന് ബന്ധുക്കൾ വരാനുള്ളതിനാൽ സംസ്കാരം പിന്നീട് നടത്തും. ചികിത്സയിൽ കഴിയുന്ന മറ്റു 4 പേരുടെയും ആരോഗ്യനില തൃപ്തികരമാണ്. അതേസമയം വിദ്യാർത്ഥികൾക്ക് വാഹനം നൽകിയ വാഹന ഉടമ ഷാമിൽ ഖാനെ മോട്ടോർ വാഹന വകുപ്പ് ഇന്ന് വീണ്ടും ചോദ്യം ചെയ്യും. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ സ്വമേധയാ എടുത്ത കേസ് ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. ദുരന്തബാധിതരെ പുനരധിവസിപ്പിക്കാൻ എന്ത് സഹായം ചെയ്യുമെന്ന് അറിയിക്കാൻ കേന്ദ്ര സർക്കാരിനോട് കോടതി പലതവണ ആവശ്യപ്പെട്ടിരുന്നു. നടപടിക്രമങ്ങൾ തുടരുന്നുവെന്നായിരുന്നു കഴിഞ്ഞ സിറ്റിംഗിലടക്കം മറുപടി. കേന്ദ്ര സഹായമില്ലാതെ ദുരന്തബാധിതരുടെ പുനരധിവാസം പ്രായോഗികമല്ലെന്നതാണ് സംസ്ഥാന സർക്കാർ അറിയിച്ചിരിക്കുന്നത്. വയനാടിന് മാത്രമായി 2300 കോടി പാക്കേജാണ് കേരളം ആവശ്യപ്പെട്ടിരിക്കുന്നത്. മലപ്പുറം സ്വദേശിനിയായ ഫസീലയെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതി തിരുവല്ലുവാമല സ്വദേശി അബ്ദുൾ സനൂഫിനെ ഇന്ന് എരഞ്ഞിപ്പാലത്തെ ലോഡ്ജിലെത്തിച്ച് തെളിവെടുക്കും. കൊലപാതകത്തിൽ കൂടുതൽ പേരുടെ സഹായം സനൂഫിന് ലഭിച്ചിട്ടുണ്ടോ എന്ന കാര്യവും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ഇതിന്റെ ഭാഗമായി പ്രതിയെ വിശദമായി ചോദ്യം ചെയ്യും. ചെന്നൈ ആവടിയിൽ നിന്നാണ് സനൂപിനെ അന്വേഷണ സംഘം പിടികൂടിയത്. തൃശൂർ ജില്ലയിലെ CPIM ഏരിയ സമ്മേളനങ്ങൾക്ക് ഇന്ന് തുടക്കമാകും. കൊടുങ്ങല്ലൂർ ചേർപ്പ് ഏരിയ സമ്മേളനങ്ങളാണ് ഇന്ന് ആരംഭിക്കുക. കൊടുങ്ങല്ലൂരിൽ ജില്ലാ സെക്രട്ടറി MM വർഗീസും ചേർപ്പിൽ സംസ്ഥാന കമ്മിറ്റി അംഗം AC മൊയ്തീൻ MLAയും പ്രതിനിധി സമ്മേളനങ്ങൾ ഉദ്ഘാടനം ചെയ്യും. ജില്ലയിലെ 17 ഏരിയ സമ്മേളനങ്ങളും ഡിസംബർ 28-ന് പൂർത്തീകരിക്കും. 197 ലോക്കൽ കമ്മിറ്റികളെയും 2677 ബ്രാഞ്ച് കമ്മിറ്റികളെയും പ്രതിനിധീകരിച്ച് 3000-ഓളം പ്രതിനിധികളാകും ഏരിയ സമ്മേളനങ്ങളിൽ പങ്കെടുക്കുക. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസ്, തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ പരാജയം, സംസ്ഥാന സർക്കാരിന്റെ പ്രവർത്തനം തുടങ്ങിയ വിഷയങ്ങളാവും സമ്മേളനത്തിൽ പ്രധാന ചർച്ചയായി ഉയരുക എന്നാണ് സൂചന. ശബരിമലയുമായി ബന്ധപ്പെട്ട വിവിധ ഹർജികൾ ഇന്ന് ഹൈക്കോടതിയിലെ ദേവസ്വം ബെഞ്ചാണ് ഹർജി പരിഗണിക്കുന്നത്. ശബരിമലയിലെ കച്ചവട സ്ഥാപനങ്ങളിലെ പരിശോധന സംബന്ധിച്ച റിപ്പോർട്ട് ഹാജരാക്കാൻ ഹൈക്കോടതി ശബരിമല കമ്മീഷണറോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. മുനമ്പത്തേത് തങ്ങളുടെ ഭൂമിയാണ് എന്ന വഖഫ് ബോർഡ് നിലപാടിനെതിരെ ഫറൂഖ് കോളേജ് നൽകിയ കേസിൽ കോഴിക്കോട് വഖഫ് ട്രിബ്യൂണൽ ഇന്ന് വാദം കേൾക്കും. രാവിലെ 11 മണിക്ക് എരഞ്ഞിപ്പാലത്തെ വഖഫ് ട്രിബ്യൂണൽ കോടതിയാണ് കേസ് പരിഗണിക്കുക. മുനമ്പത്തെ ഭൂമി ഫറൂഖ് കോളേജിന് നൽകിയ സത്താർ സേഠിന്റെ കുടുംബവും വഖഫ് സംരക്ഷണ സമിതിയും കേസിൽ കക്ഷി ചേർന്നിട്ടുണ്ട്. നേരത്തെ കേസ് പരിഗണിച്ചപ്പോൾ കൂടുതൽ പേർ കക്ഷി ചേർന്നതിനാൽ മാറ്റിവെക്കുകയായിരുന്നു. മുനമ്പത്തേത് വഖഫ് ഭൂമിയാണെന്ന വഖഫ് ബോർഡ് ഉത്തരവിനെതിരെയും രജിസ്റ്റർ ചെയ്ത നടപടിക്കെതിരെയുമാണ് ഫറൂഖ് കോളേജിന്റെ കേസ്. 2018-ലാണ് ബോർഡ് നടപടിയെങ്കിലും 2023-ലാണ് ഫറൂഖ് കോളേജ് വഖഫ് ട്രിബ്യൂണലിനെ സമീപിക്കുന്നത്. മുനമ്പത്തെ ഭൂമി പാരിതോഷികമായി ലഭിച്ചതാണെന്നാണ് ഫറൂഖ് കോളേജിന്റെ വാദം. കൊല്ലം കുണ്ടറയിൽ റെയിൽവേ പോലീസ് ഉദ്യോഗസ്ഥൻ ആത്മഹത്യ ചെയ്തു. പുനലൂർ റെയിൽവേ സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥനായ ലൂഷ്യസ് ജെർമിയസ് ആണ് മരിച്ചത്. കുണ്ടറ പടപ്പക്കരയിലെ വീട്ടിൽ തൂങ്ങിയ നിലയിൽ കണ്ടെത്തുകയായിരുന്നു. 2023 സെപ്റ്റംബർ മുതൽ സസ്പെൻഷനിലാണ്. ഭാര്യയെ ആക്രമിച്ചതിന് കേസെടുത്തതിനെ തുടർന്നാണ് സസ്പെൻഷനിലായതെന്ന് റെയിൽവേ പോലീസ് അറിയിച്ചു. ശബരിമലയിൽ കേന്ദ്ര സംസ്ഥാന സുരക്ഷാ സേനാംഗങ്ങൾ റൂട്ട് മാർച്ച് നടത്തി. ബാബറി മസ്ജിദ് തകർത്ത ദിനവുമായി ബന്ധപ്പെട്ട് സുരക്ഷ ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായാണ് സന്നിധാനത്തും പരിസര പ്രദേശങ്ങളിലും റൂട്ട് മാർച്ച് നടത്തിയത്. NDRF, SDRF, കേരള പോലീസ് തുടങ്ങിയ സേനകൾ റൂട്ട് മാർച്ചിന്റെ ഭാഗമായി. ചലച്ചിത്ര താരം ദിലീപ് ശബരിമലയിൽ ദർശനം നടത്തി. വൈകിട്ട് സന്നിധാനത്തിലെത്തിയ ദിലീപ് തന്ത്രി, മേൽശാന്തി എന്നിവരെ കണ്ട് അനുഗ്രഹം തേടി. 11 മണിയോടെ സോപാനത്തെത്തി ഹരിവരാസനം കേട്ട ശേഷമാണ് മടങ്ങിയത്. പരസ്യ ചിത്രീകരണ വിതരണ രംഗത്തെ മുൻനിര സ്ഥാപനമായ വളപ്പില കമ്മ്യൂണിക്കേഷൻസിന്റെ പുതിയ കോർപ്പറേറ്റ് ഓഫീസ് തൃശൂർ മിഷൻ ക്വാർട്ടേഴ്സിലെ ഫാത്തിമ നഗറിൽ പ്രവർത്തനം ആരംഭിച്ചു. അത്യാധുനിക സൗകര്യങ്ങളോടെ പ്രവർത്തനം ആരംഭിച്ച ഓഫീസ് തൃശൂർ MLA P. ബാലചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ 9 നഗരങ്ങളിലായാണ് വളപ്പില കമ്മ്യൂണിക്കേഷൻസിന്റെ ബ്രാഞ്ചുകൾ പ്രവർത്തിക്കുന്നത്. മംഗളം മാനേജിംഗ് ഡയറക്ടർ സാജൻ വർഗീസ് ചടങ്ങിൽ മുഖ്യപ്രഭാഷണം നടത്തി.
പഞ്ചാബിൽ നിന്നുള്ള കർഷകരുടെ ഡൽഹി മാർച്ച് ഇന്ന് ആരംഭിക്കും. പഞ്ചാബ് ഹരിയാന അതിർത്തിയായ ശംഭുവിൽ നിന്ന് ഉച്ചയ്ക്ക് 1 മണിയോടെ 101 കർഷകർ കാൽനടയായി ഡൽഹിയിലേക്ക് ജാഥ നടത്തുമെന്ന് സംയുക്ത കിസാൻ മോർച്ച നേതാവ് സർവാൻ സിംഗ് പാണ്ഡേർ പറഞ്ഞു. മിനിമം താങ്ങുവിലയിൽ നിയമപരമായ ഉറപ്പുൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പ്രതിഷേധം. പോലീസ് തടഞ്ഞതിനെ തുടർന്ന് ഹരിയാനയ്ക്ക് സമീപം ശംഭു ഖനൌരി അതിർത്തികളിൽ ഫെബ്രുവരി 13 മുതൽ കർഷകർ കുത്തിയിരുന്ന് സമരം ചെയ്യുകയാണ്. ഡൽഹിയിലെയും സമീപ പ്രദേശങ്ങളിലെയും വായു മലിനീകരണം കണക്കിലെടുത്ത് നടപ്പിലാക്കിയ ഗ്രേഡഡ് റെസ്പോൺസ് ആക്ഷൻ പ്ലാൻ സ്റ്റേജ് 4 പിൻവലിക്കാമെന്ന് സുപ്രീം കോടതി. വായു മലിനീകരണ തോതിൽ കുറവ് രേഖപ്പെടുത്തിയതിന്റെ പശ്ചാത്തലത്തിലാണ് നിർദ്ദേശം. ഇതോടെ ദേശീയ തലസ്ഥാനത്തെ എല്ലാ സർക്കാർ സ്വകാര്യ സ്കൂളുകളിലും ഫിസിക്കൽ ക്ലാസുകൾ പുനരാരംഭിക്കാൻ വിദ്യാഭ്യാസ ഡയറക്ടറേറ്റ് ഉത്തരവിട്ടു. കൊല്ലത്ത് യുവതിയെ തീവെച്ച് കൊലപ്പെടുത്തിയ സംഭവത്തിൽ കൊല്ലപ്പെട്ട അനിലയുടെ ഭർത്താവ് പത്മരാജന്റെ കസ്റ്റഡി അപേക്ഷ ഇന്ന് പരിഗണിക്കും. ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത്. ഭാര്യയെ കൊലപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ട പ്രതി പത്മരാജനിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ തേടുന്നതിന്റെ ഭാഗമായാണ് അന്വേഷണ സംഘം കസ്റ്റഡി അപേക്ഷ നൽകിയത്. വടക്കൻ കാലിഫോർണിയയിൽ ഭൂചലനം. പ്രദേശ ഹംബോൾട്ട് കൗണ്ടിയിലെ ചെറിയ നഗരമായ ഫെർണ്ടേനിൽ പ്രാദേശിക സമയം രാത്രി 10:44 ഭൂചലനം. റിക്ടർ സ്കെയിലിൽ 7.1 രേഖപ്പെടുത്തി. സാൻ ഫ്രാൻസിസ്കോ വരെ ഭൂചലനം അനുഭവപ്പെട്ടതായാണ് റിപ്പോർട്ടുകൾ. ഭൂചലനത്തെ തുടർന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ച US ജിയോളജിക്കൽ സർവേ സുനാമി മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചെങ്കിലും വൈകാതെ പിൻവലിച്ചു.